ഞാൻ വീണ്ടും നമ്മുടെ വിപിൻ ചേട്ടൻ്റെ അടുത്ത് വന്നേക്കാണ്. ആക്ച്വലി ഞാൻ ഇന്ന് ഇവിടെ വിപിൻ ചേട്ടൻ്റെ അടുത്ത് ഇരിക്കുന്നത് COS, അതുപോലെ COS റിന്യൂവൽ, അതുപോലെ സ്പോൺസർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഡൗട്ട്സും എല്ലാവർക്കും ഉള്ള ഡൗട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വിപിൻ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യും. പുതിയ ഗവൺമെൻറ് ഇതെല്ലാം ഒത്തിരി മോണിറ്ററിങ് കാര്യം മുന്നോട്ട് പോകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ അവിടെ തന്നെ തുടരാനുണ്ടെങ്കിൽ തുടരുക. അപ്പോൾ തന്നെ ഒത്തിരി പേർക്ക് ഇപ്പോൾ പറ്റുന്നൊരു അബദ്ധമാണ് ഈ 3 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴും 5 കൊല്ലം PR എന്നുള്ള കാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നത്. അതിൽ വെച്ച് തന്നെ പറയട്ടെ, ഈ 2 വർഷം വന്നവരെ നേരത്തെ സ്റ്റാർട്ട് ഡേറ്റ് ഇട്ടൊക്കെ പുതുക്കുമ്പോൾ ഈ 2, 3 കൊണ്ട് 5 ആവുന്നില്ല സ്കിൽഡ് വർക്കർ. അപ്പോൾ 3 മാസം ഗ്യാപ്പ്. അപ്പം അലോക്കേറ്റ് ചെയ്യുന്ന എംപ്ലോയറെ കൊണ്ട് കറക്റ്റായിട്ട് ഡേറ്റ് നോക്കി അലോക്കേറ്റ് ചെയ്യുക. PSW സ്വിച്ച് ചെയ്ത് സ്കിൽഡ് വർക്കറിലേക്ക് കയറിയവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട അന്ന് മുതലല്ല സ്കിൽഡ് വർക്കർ കൂട്ടുന്ന ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത അന്ന് മുതൽ. അപ്പം റീസെൻ്റ്ലി ഒരു കേസ് ഇപ്പം വളരെ ഇതായിട്ടുള്ള 5 വർഷത്തെ COS ആയിരുന്നു. അവർ 5 വർഷത്തേക്ക് അപ്ലൈ ചെയ്തു, 5 വർഷത്തെ വിസ കിട്ടി. പക്ഷേ അവർക്ക് വിസ കിട്ടാൻ 3 മാസം എടുത്തു. അവർ അപ്ലൈ ചെയ്ത് എന്തോ ഒരു ബുദ്ധിമുട്ടില്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അവർക്ക് കാര്യം പറഞ്ഞാൽ ഇപ്പം 4 വർഷവും 9 മാസമേ ഉള്ളൂ സ്കിൽഡ് വർക്ക്. അവർക്ക് അറ്റ് എനി കോസ്റ്റ് ഒരു COS കൂടെ വേണം താനും റിന്യൂ ചെയ്യാൻ. അടുത്ത വർഷമാണ് അവരുടെ PR-ൻ്റെ എലിജിബിലിറ്റി. അപ്പോൾ എങ്ങനെ പോയാലും 4 വർഷവും 9 മാസവും വരുന്നുള്ളൂ. അത് വലിയൊരു ടോപ്പിക്കാണ് PR. നമുക്ക് അടുത്ത വർഷം ഒരിക്കൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം റിന്യൂവൽ ചെയ്യുമ്പോഴും എപ്പോഴും എംപ്ലോയർ ഓക്കെ ആണെങ്കിൽ 1 കൊല്ലം കൂടെ കൂടുതൽ COS. ഇപ്പം നമുക്ക് 3 വർഷത്തെ COS ആണ്. ഹെൽത്ത് കെയർ വർക്കറിന് വേണ്ടിയാണ് പറയുന്നത്. 3 വർഷത്തെ COS ആണ്. അടുത്തത് 2 വർഷത്തേക്ക് മതി. 3 വർഷത്തേക്ക് കിട്ടുവാണെങ്കിൽ മേടിച്ചോ. 3 വർഷമാണെങ്കിൽ 2 വർഷമാണെങ്കിലും ഒരേ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചുള്ള ഒരേ വിസ ഫീസാണ്. IHS ഫീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. എംപ്ലോയർക്ക് ഓബ്വിയസ്ലി കുറച്ച് പൈസ കൂടുതൽ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അവിടെ എംപ്ലോയറുമായിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്കിപ്പോൾ 3 വർഷത്തെ COS ആണെന്ന് എനിക്കറിയാം, എനിക്ക് പുതുക്കുമ്പോഴും ഒരു 3 വർഷം തരാമോ? കാര്യം ടൈം ഫ്രെയിം ഒക്കെ ഉണ്ടല്ലോ, അതിൽ അവസാന നിമിഷം കിടന്ന് നമ്മൾ ഓടേണ്ടി വരും. അതെ, അപ്പം ഞാൻ വന്ന COS 2023 ഇഷ്യൂ ചെയ്ത്. അപ്പോൾ ഈ COSൽ നിന്ന് നമ്മൾ പുതിയ COS ഇഷ്യൂ ചെയ്യുമ്പോൾ ആക്ച്വലി കറണ്ട് സാലറി സ്കെയിലല്ലേ COSൽ വരേണ്ടത്? കറണ്ട് സാലറി സ്കെയിലാണ്. ഇപ്പം ഹെൽത്ത് കെയർ വർക്കർക്കാണെങ്കിൽ മിനിമം 12 പൗണ്ട് 82. ഇവിടെ നമ്മുടെ അടുത്തൊരു പട്ടണത്തിൽ തന്നെ ഇവിടുത്തെ വളരെ പ്രസിദ്ധമായ ഒരു നഴ്സിംഗ് ഹോമുകളിൽ ഇങ്ങനെ അവർ വന്ന അതേ സാലറി തന്നെ കൊടുത്തു. 3-4 പേർക്ക് വിസ റിഫ്യൂസായി. അപ്പം നമുക്ക് പുതുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ആ COS തന്നെ തുടരുവാണെങ്കിൽ നിങ്ങളുടെ സാലറി നാഷണൽ മിനിമത്തിൽ തന്നെ നിങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കാം. പക്ഷെ പുതുക്കുന്ന സമയത്ത് വരുമ്പോൾ അറ്റ് എനി കോസ്റ്റ് 12 പൗണ്ട് 82 തന്നെ വേണം ഹെൽത്ത് കെയർ വർക്കർക്ക്. അത് 25,000 കുറയുകയും ചെയ്യരുത് 37 മണിക്കൂർ കിട്ടുമ്പോൾ. പിന്നെ ബാക്കിയുള്ള സ്കിൽഡ് വർക്കറിലാണെങ്കിൽ ഷെഫ്സ്, അങ്ങനെ പ്രൊജക്ട് മാനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ മിനിമം 31,300 വരും. ഇപ്പം ആക്ച്വലി കറണ്ട് റൂൾ ചേഞ്ചും ഈ ഇമിഗ്രൻസിന്റെ ഒരു, അതായത് എങ്ങനെയെങ്കിലും കൗണ്ട് കുറയ്ക്കണമെന്നുള്ളത് കൊണ്ട് ഈ COS ഇഷ്യൂ ചെയ്യുന്നതിൽ ഒത്തിരി ഡിലേ ഉണ്ടോ? തീർച്ചയായും COS ഇഷ്യൂ ചെയ്യുന്നതിന് ഒത്തിരി ഇതുകൊണ്ട്. അപ്പോൾ എസ്പെഷ്യലി അത് കൂടുതൽ കണ്ടുവരുന്നത് ഹരീഷിൻ്റെ കേട്ടല്ലോ, കുറേ നഴ്സിംഗ് ഹോമുകളിൽ ഇവിടെ വരുന്ന അലോക്കേഷൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്ന ഇപ്പോൾ കറൻ്റ്ലി കിടക്കുന്ന അലോക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വരെ അവരോട് വരുന്നു. ഉദാഹരണം പറഞ്ഞാൽ 5 പേർക്ക് ഡിസംബറിൽ റിന്യൂവലുണ്ട്. അപ്പോൾ ഡിസംബറിൽ കിടക്കുന്ന 5 പേർക്ക് റിന്യൂവൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ആ കിടന്ന അലോക്കേഷനിൽ പുതിയ ആൾക്കാരെ നിങ്ങളെടുത്തു. അങ്ങനെ വിചിത്രമായ ചോദ്യങ്ങൾ ചോദിച്ചു വരെ ഇവിടെ നഴ്സിംഗ് ഹോമുകൾക്ക് മെയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളവിടെ തന്നെ തുടരുവാണെങ്കിൽ നമ്മൾ നേരത്തെ അവരെ ബോധ്യപ്പെടുത്തുക. നമുക്ക് COS 3 മാസം വരെ, COS 3 മാസം എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇപ്പം ജനുവരി അലോക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ജനുവരി ആണെങ്കിൽ ഇപ്പം നമുക്ക് COS മേടിച്ച് വെക്കുന്നതിന് കുഴപ്പമില്ല. നവംബർ, ഡിസംബർ എപ്പോഴെങ്കിലും നമുക്ക് സാമ്പത്തിക ആവുന്നതിനോട് അപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്. ഇപ്പം നമ്മളെ തന്നെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, COS ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ എംപ്ലോയർ പറഞ്ഞു. അതൊക്കെ എത്രമാത്രം പ്രാബല്യത്തിലേക്ക് വരുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ നമ്മളവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് COS തരണമെന്ന് ഹോം ഓഫീസ് നിർബന്ധമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. എല്ലാം COS അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ മാനദണ്ഡം അനുസരിച്ച്, കമ്പനി കംപ്ലൈൻസ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടോ, കമ്പനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ. ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രത്യേക ഒരു മാനദണ്ഡങ്ങൾ ഇവർ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ സമയബന്ധിതമായി പാലിക്കപ്പെടുന്നില്ല ചില കാരണങ്ങളാൽ. എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് എമിഗ്രേഷൻ കുറയ്ക്കുന്നുള്ള കാര്യത്തിലേക്കൊക്കെ, അതൊക്കെ വലിയ ടോപ്പിക്കുകളാണ്, അതിനെക്കുറിച്ച് നമുക്ക് പറയുന്നില്ല. നമുക്ക് ഇത്രേ ഉള്ളൂ, നമ്മൾ ഇവിടെ വന്നു ജോലി ചെയ്തു തുടങ്ങി. സർവൈവൽ എന്ന് പറയുന്നത്
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവിടെ വന്ന് ഭവനം ഇവിടെ വന്ന് അനേക കുടുംബങ്ങൾ, വീട് മേടിച്ച കുടുംബങ്ങൾ വരെയുണ്ട്. അവർക്ക് പുതുക്കുന്ന സമയമാകുമ്പോൾ സിഒഎസ് അലോക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ സിഒഎസ് അങ്ങനെ ഇല്ല, എംപ്ലോയർക്കും പ്രഷർ എടുക്കാൻ വയ്യ. അപ്പം നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു ഹോമിലെ സിഒഎസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഹോമിലേക്ക് പോവുക, അവിടെ പോവുകയാണെങ്കിൽ തന്നെ അവിടെ സിഒഎസ് ഉണ്ടെന്ന് ഉറപ്പാക്കി വരുത്തിയതിന് ശേഷം പോവുക. ഈ എംപ്ലോയർക്ക് ചിലപ്പോൾ അവർക്ക് 1000-ലൊരു കാര്യമായിരിക്കും നമ്മുടെ സിഒഎസ് അലൊക്കേഷനും കാര്യങ്ങളൊക്കെ. അവർ പഴയ ഒരു ഓർമ്മ വെച്ചായിരിക്കും പറയുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആരുടെ പുതുക്കാനുണ്ടെങ്കിലും കൊടുത്താലപ്പം തന്നെ സിഒഎസ് കിട്ടുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഒരു പ്രയോറിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രയോറിറ്റി ഒക്കെ ഇഷ്യൂ ചെയ്തു, വിത്തൗട്ട് ഫർദർ ഡോക്യുമെൻറ്റേഷൻ അവർ സിഒഎസ് പെട്ടെന്ന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കാലഘട്ടങ്ങളൊക്കെ മാറി. ആ ഓർമ്മയ്ക്ക് ചിലപ്പോൾ എംപ്ലോയർ പറയുമായിരിക്കും ഒരു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, പക്ഷേ വെയിറ്റ് ചെയ്യാം, ഉടനെ വരും. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, കാര്യങ്ങളൊക്കെ ഒത്തിരി സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക, എംപ്ലോയറോട് നേരത്തെ പറയുക, ഹോം ഓഫീസിനോട് അവെയർ ചെയ്യിപ്പിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹോമിനോട് ചോദിച്ച ചോദ്യം, ഇയാളുടെ പുതുക്കാനുണ്ടെന്ന് ഇത്ര താമസമാണ് നിങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ ഗ്രൗണ്ട്സ് വേണമെങ്കിൽ അവർ തെളിവുകൾ ചോദിക്കും. ആക്റ്റീവ്ലി നിങ്ങൾ ചെയ്തെന്നുള്ള തെളിവ് നേരത്തെ ഞങ്ങൾ അപ്ലൈ, അപ്പോൾ അതൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ എല്ലാ കാര്യത്തിലും അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്ര ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ സിഒഎസ് റിലേറ്റഡ് ആയിട്ട് ബേസിക് ആയിട്ട്. അപ്പം അഡീഷണൽ മുമ്പ് പറയുന്നത്, നമ്മൾ എംപ്ലോയീസിനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള എംപ്ലോയീസ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സിഒഎസിന് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് കടന്നു വരാം. ബെൽഫാസ്റ്റിലെ ഹൈ സ്ട്രീറ്റിലാണ് നമ്മുടെ ഓഫീസ്. എന്താവശ്യമുണ്ടെങ്കിലും താഴെ പറയുന്ന നമ്പറുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അപ്പം ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളും നമ്മൾ ഇതുപോലെ വൺ ബൈ വൺ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഗൈഡൻസ് പിന്നെ അതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ബിബിൻ ചേട്ടനെ കൂടെ കോൺടാക്ട് അല്ലെങ്കിൽ ഓഫീസ് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.